അപ്പം മനസ്സിൽ അടിഞ്ഞുകൂടുന്ന അനാവശ്യ ചിന്തകളെയും എന്തു ചെയ്യണം? പുറത്താക്കണം. അതിനുള്ള എല്ലാ കഴിവും ശക്തിയും ബോധത്തിലുണ്ട്. അഹമേവാസമേവാഗ്രേ. നിങ്ങളെ രാവിലെ ഉണർത്തുന്നത് ആരാണ്? നിങ്ങളെ ആരാ രാവിലെ ഉണർത്തുന്നത്? ആ ഉള്ളവരാവ്. രാവിലെ എണീറ്റാലുണ്ടല്ലോ, ഒരു നിമിഷം കണ്ണടച്ച് നിവർന്നിരുന്ന് കട്ടിൽ നിന്ന് ചാടി ഇറങ്ങിയിട്ട് പോരരുത്. കട്ടിൽ നിന്ന് ചാടി എണീറ്റ് പോരരുത്. ഈ ശ്ലോകങ്ങളൊന്ന് ചൊല്ലുക. ഗീതയിലെ 15-ാം അധ്യായത്തിലെ 14-ഉം 15-ഉം ചൊല്ലിയിട്ടേ എണീക്കാവോ. മനസ്സിലായില്ലേ? 2-3 ശ്ലോകങ്ങൾ നിങ്ങൾ ബൈഹാർട്ട് പഠിക്കണം, ഡെയിലി ചൊല്ലണം. അഹം വൈശ്വാനരോ ഭൂത്വാ പ്രാണിനാം ദേഹമാശ്രിത പ്രാണാപാനസമായുക്ത പചാമ്യന്നം ചതുർവിധം. എൻ്റെ ശരീരത്തിലെ പ്രാണാപാനന്മാരെയൊക്കെ നിലനിർത്തിക്കൊണ്ട് ഈ ശരീരത്തിൽ ആഹാരം ദഹിപ്പിക്കുന്നതൊക്കെ ഏതൊരു പരമവൈഭവത്തിൻ്റെ മഹത്വം കൊണ്ടാണോ ഞാൻ നമിക്കുന്നു. അതുപോലെ സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ട മത്തസ്മൃതിജ്ഞാനമപോഹനം ച വേദൈഷ സർവൈരഹമേവ വേദ്യ വേദാന്തകൃദ്വേദവിദേവ ചാഹം. എന്നിൽ ആ പരമവൈഭവത്തിൽ, ബോധവൈഭവത്തിൽ നിന്നാണ് ഓർമ്മ ഉണരുന്നത്, മനസ്സുണരുന്നത്, ഞാൻ പലതും അറിയുന്നത്, പഠിക്കുന്നത്, ഓർക്കുന്നത്. ഇതെല്ലാം എനിക്ക് സാധിക്കുന്നത് ഉള്ളിൽ അനന്തവും പൂർണ്ണവും സ്വതന്ത്രവുമായ ബോധമുള്ളത് കൊണ്ടാണ്. ഈ ബോധം ഉറപ്പിച്ചിട്ട് വേണം വരാൻ. അപ്പം ഞാൻ ആരാണ്? ആ ബോധത്തിൻ്റെ ഒരു ഭാഗമാണ്, അംശമാണ്. അല്ലാതെ ഞാൻ 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 എന്ന് ഞെളിഞ്ഞു പിരിഞ്ഞ് കൊണ്ട് നടക്കരുത്. എനിക്ക് ഞാനെന്ന് പറയാൻ പോലും എന്നെ ഉണർത്താൻ എനിക്ക് പറ്റില്ല. ഞാൻ എന്ന് അഹങ്കാരിച്ച് ഇങ്ങനെ പറയുമ്പോണ്ടല്ലോ, എനിക്ക് രാവിലെ ഒന്ന് ഉണരണമെങ്കിൽ എന്നെ ഉണർത്താൻ അനന്തവും പൂർണ്ണവും സ്വതന്ത്രവുമായ ആര് വേണം? ബോധം വേണം. ആ ഒരു ബോധം നമ്മുടെ ഉള്ളിലുണ്ടാവണം. ഭഗവാനെ, ഞാൻ അവിടുത്തെ ഒരു അംശമാണ്, ഞാൻ അവിടുത്തെ ഒരു ഭാഗമാണ്. ദാസോഹം തവ കേശവ. ഗീതയിൽ 15-ാം അധ്യായത്തിൽ 7-ാം ശ്ലോകത്തിൽ കൃഷ്ണൻ പറയും, മമൈവ അംശോ ജീവലോകേ ജീവഭൂത സനാതന മനഃഷ്ടാണിന്ദ്രിയാണി പ്രകൃതിസ്ഥാനി കർഷതി. അർജുന, എല്ലാവരും എൻ്റെ അംശമാണ്. മമൈവ അംശോ. മനസ്സിലായില്ലേ? നമ്മൾ ആരാണ്? ഹു ആർ യു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം രാവിലെ ഉറപ്പിക്കണം. ഞാൻ അനന്തവും സ്വതന്ത്രവും ആയ ബോധത്തിൻ്റെ ഒരംശമാണ്. ആ ബോധമില്ലെങ്കിൽ എൻ്റെ മനസ്സിന് ഉണർന്നു വരാൻ സാധ്യമല്ല. ഞാനല്ല എന്നെ ഉണർത്തിയത്. മനസ്സിലാവുണ്ടോ? ഇത് ഉള്ളിൽ ഉറപ്പിക്കാൻ സാധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങളെന്ന് പറയുന്നത് ആ ബോധത്തിൻ്റെ ഒരു അംശമാണ്. കിടക്കുന്നു അതിൻ്റെ വൈഭവം കുറേ. ഇനി എന്ത് വേണം? അടുത്തത്, നമ്മുടെ ശ്രദ്ധയെ നമ്മൾ കുറച്ചു നേരം അനുഷ്ഠാനങ്ങളിലേക്ക് കൊണ്ടുപോകും. ഡെയിലി ഒരു 108 തവണ നാമം ചൊല്ലി ശീലിച്ചു നോക്കൂ. അപ്പം എന്താ സംഭവിക്കുക? നിങ്ങളുടെ ശ്രദ്ധ ഏതിലേക്ക് തിരിയും? ഇത് ബൈപ്പാസ് ഉണ്ടാക്കുകയാണ്. നിങ്ങളൊരു വഴി ഉണ്ടാക്കുകയാണ്. അപ്പം നിങ്ങളുടെ ശ്രദ്ധിക്കണം. ഇത് പ്യുവർ സൈക്കോളജിയാണ്. ഇത് നിങ്ങളെ ഞാൻ ബ്ലൈൻഡ് ബിലീഫ് പഠിപ്പിക്കുകയല്ല. ഇത് നിങ്ങൾക്ക് സയൻസാണ് പറഞ്ഞു തരുന്നത്. നിങ്ങളുടെ ശ്രദ്ധ നിങ്ങൾ നാമജപത്തിലേക്ക് തിരിച്ചു വിടുമ്പോൾ, അത് നിങ്ങൾ കണ്ടിന്യൂസ്ലി പ്രാക്ടീസ് ചെയ്യുമ്പോൾ, നാമത്തിലേക്കുള്ള ശ്രദ്ധയുടെ തീവ്രത, അതിൻ്റെ ഇൻറ്റൻസിറ്റി, അതിൻ്റെ ഗ്രാവിറ്റി, അതിൻ്റെ അട്രാക്ഷൻ കൂടി 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 വരും. ദിവസവും നാമം ചൊല്ലുന്നവരിൽ ആ ശ്രദ്ധയുടെ ശക്തി ഉറക്കെ പറയൂ, കൂടി വരും. അപ്പം എന്തായി? ഒരാസക്തി വന്നു, അല്ലെങ്കിൽ ഒരു അവശത വന്നു, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നഷ്ടം പറ്റി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുറവ് പറ്റി, അവശതയിൽ മനസ്സിൻ്റെ ശ്രദ്ധ കുരുങ്ങുകയില്ല. കാരണം ഇപ്പുറത്തൊരു നാമജപത്തിൻ്റെ ശക്തി ആർജിച്ചതുകൊണ്ട് ഉള്ളിൽ
വേറൊരു സാധനമുണ്ട്. എന്താ അറിയോ? മനുഷ്യൻ്റെ ഈ ബോധത്തിൽ വെറും അവശത ചിന്തിക്കുന്ന മനസ്സ് മാത്രമല്ല, വെറും ശ്രദ്ധ മാത്രമല്ല, ശ്രദ്ധയ്ക്കും അവശതയ്ക്കും ഇടയിലൊരു സാധനമുണ്ട്. അതിൻ്റെ പേരാണ് വിവേകബുദ്ധി. എന്താണ്? ഇതിനെ പറയും സിക്സ്ത് സെൻസ് എന്ന് പറയും, ഇൻഡ്യൂഷൻ എന്ന് പറയും. ഇതാണ് പരമശിവൻ്റെ തൃക്കണ്ണെന്ന് പറയുന്നത്. ഈ സെറിബ്രത്തിൻ്റെ നേരെ പുറകിലായി സരസ്വതി നാഡി എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ നാഡി, അവിടെയാണത്രേ മനുഷ്യൻ്റെ ഇൻ്റലിജൻസ് ഇരിക്കുന്നത്. ഇൻ്റലിജൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അത് ഉള്ളിൽ നോക്കിക്കൊണ്ട് നമ്മളെ ആശ്വസിപ്പിച്ചുകൊണ്ട്, അത് നമ്മളെ ഗൈഡ് ചെയ്തുകൊണ്ട് പറയും, വിട്ടുപോകും, അതൊക്കെ വിട്ടേക്കൂ, മുന്നോട്ട് പോകൂ, ഇതിലൊന്നും അപ്സെറ്റ് ആവേണ്ട യാതൊരു കാര്യമില്ല, ഇതെല്ലാം വരും, പോവും. അങ്ങനെ നമ്മൾ ആശ്വസിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവാൻ ഒരു പുഷ് തരുന്ന വിവേകശക്തി ഉണർത്താൻ ആർക്ക് സാധിക്കുന്നുണ്ടോ അങ്ങനെയുള്ളവരെ വലിച്ചു താഴ്ത്താനുള്ള കഴിവ് അവരുടെ മനസ്സിന്, അവർക്ക് പറയൂ, ഉണ്ടാവില്ല. മനസ്സിലാവുണ്ടോ? അതുകൊണ്ടാണ് ചിലർ തളരാത്തത്. നിങ്ങൾ നോക്കൂ, നിങ്ങൾ സീതാദേവിയുടെയൊക്കെ കഥ എടുത്ത് നോക്കൂ. രാമൻ കാട്ടിലേക്ക് സീതാദേവിയും കൊണ്ട് പോകുമ്പോൾ കാടുകളിലല്ല രാമൻ താമസിച്ചത്, ആശ്രമങ്ങളിൽ നിന്നും ആശ്രമങ്ങളിലൂടെയാണ് കടന്നുപോയത്. പഞ്ചവടിയിലും അതുപോലെ തന്നെ ചിത്രകൂടത്തിലും കുറച്ചേ താമസിച്ചുള്ളൂ. കൂടുതലും മഹർഷിവര്യന്മാരുടെ ആശ്രമത്തിലാണ്. 14 വർഷം, അതിൽ 12 വർഷം ആശ്രമത്തിൽ താമസിച്ചു. എത്ര? പിന്നെ 13ാമത്തെ വർഷമായപ്പോഴാണ് പഞ്ചവടിയിലേക്ക് എത്തുന്നത്. ആ 13ാം വർഷം കഴിയാറാകുമ്പോഴാണ് സീതയും കൊണ്ട് ആര് പോകുന്നത്? രാവണൻ പോകുന്നത്. അപ്പോൾ ഈ തരത്തിൽ ശ്രീരാമസ്വാമി അതിനുശേഷം ഇങ്ങനെ പലയിടത്തുമാണല്ലോ താമസം, ഗുഹകളിലൊക്കെയാണ് താമസം. പഞ്ചവടിയും വിട്ടു, അങ്ങനെയല്ലേ? എന്താ ഒന്നും മിണ്ടാത്ത നിങ്ങൾ? അപ്പം എന്തിനാ ഈ ആശ്രമങ്ങളിലൂടെ കടന്നുപോയത്? അവിടെയാണ് അവർക്ക് അനുഷ്ഠാനങ്ങൾ ചെയ്യാനും നല്ലതെല്ലാം കേൾക്കാനുമൊക്കെ ഒരു അവസരം ഉണ്ടാകും. അതുകൊണ്ട് ഒരാസക്തിയിൽ സീത പെട്ടുപോയി. അതിൻ്റെ ദുരന്തം രാവണൻ്റെ കൈവശം പെട്ടുപോയി. ആ നിമിഷം നോക്കൂ, രാവണൻ്റെ കസ്റ്റഡിയിൽ പെട്ടുപോയ സീത ഇന്നായിരുന്നു എങ്കിൽ, നിങ്ങൾ നോക്കൂ, ഒരുത്തൻ കാമാന്ധനായിട്ട് ഒരാളെ കയറി പിടിക്കുന്നു. നമ്മൾ കേൾക്കാറില്ലേ, അവിടെ വെച്ച് ഉപദ്രവിച്ചു, ഇവിടെ വെച്ച് ഉപദ്രവിച്ചു. ചിലരൊക്കെ ആണെങ്കിൽ റേപ്പ് ചെയ്ത് കൊന്നു എന്ന് വരെ കേൾക്കാറുണ്ട്. ഈ പെരുമ്പാവൂരിലെ ഒരു കുട്ടിയെ നശിപ്പിച്ചതല്ലേ, ഇല്ലേ? പത്രത്തിലൊക്കെ വലിയ വാർത്തയിരുന്നില്ലേ? പെരുമ്പാവൂർ തന്നെയായിരുന്നു അത്. എവിടെയായിരുന്നു ഓർമ്മയില്ല. എവിടെ ഈ പത്രം ഇങ്ങനെ വായിച്ചങ്ങനെ പോകുന്ന മനസ്സിലെവിടെ കിടക്കണമെന്ന് മാത്രം. അപ്പോൾ ഇങ്ങനെയുള്ള ക്രൂരകൃത്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആ വ്യക്തി അതിലൂടെ കടന്നു പോകുന്ന ഒരു എര, അവർക്ക് അതിൽ നിന്ന് പുറത്ത് കിടക്കൽ അത്ര എളുപ്പമാണോ? എന്നാൽ ഇവിടെ സീതാദേവി രാവണൻ്റെ കസ്റ്റഡിയിൽപ്പെട്ട് രാവണൻ ഇങ്ങനെ മുറുകെ പിടിച്ചിരിക്കുകയാണ് സീതയെ. ആ സമയത്തും രാവണൻ കാണാതെ, രാവണൻ അറിയാതെ തൻ്റെ വളകളും ആഭരണങ്ങളും ഒക്കെ ഊരി തൻ്റെ വസ്ത്രത്തിൻ്റെ ഒരു പീസ് എടുത്ത് അതെല്ലാം കെട്ടി അങ്ങ് ഋഷ്യമുഖാചലത്തിലേക്ക് വലിച്ചെറിയണമെങ്കിൽ അല്പമൊരു മനോബലം ഇല്ലെങ്കിൽ നടക്കുമോ? പറയൂ, നിങ്ങൾ പറയൂ, നടക്കുമോ? ഈ മനോബലമാണ് ആശ്രമങ്ങളിലൂടെ ജീവിക്കുമ്പോൾ അനുഷ്ഠാനത്തിലൂടെ നേടിയെടുത്തതെങ്കിൽ ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് അതില്ലാതെ പോയി. അമ്പലത്തിൽ തൊഴുതു പോയത് കൊണ്ട് കാര്യമില്ല. നാമജപം എന്ത് വേണം? പറയൂ. അപ്പം നമ്മുടെ ശ്രദ്ധ ഏതിലേക്ക് തിരിയും? നാമത്തിലേക്ക് തിരിയുമ്പോൾ ഇവിടെ ഒരു വിഷാദത്തിലേക്ക്, ഒരു വിവശതയിലേക്ക്, അവശതയിലേക്ക് മനസ്സ് നമ്മളെ വലിച്ചു കൊണ്ടുപോകുമ്പോഴും ഉള്ളിലുള്ള ശ്രദ്ധയുടെ ശക്തി കൊണ്ട് എങ്ങനെ ഇതിൽ നിന്ന് കരകയറണമെന്നുള്ളൊരു വിവേകം നമ്മളിൽ ഉദിച്ചു വരും. മനസ്സിലാവുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? ഒരാളും ദുർബലനല്ല, മനസ്സാണ് ദുർബലൻ. അതാണായാലും ശരി, പെണ്ണായാലും ശരി. മനസ്സിലാവുണ്ടോ?
വിദ്യാഭ്യാസമുള്ളത് കൊണ്ട് മനോബലമുണ്ടാവില്ല, അനുഷ്ഠാനം കൊണ്ടേ മനോബലമുണ്ടാവുള്ളൂ. ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസമുണ്ട്, ഏതില്ല? അനുഷ്ഠാനമില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ സന്ധ്യയ്ക്ക് ഒരിക്കലും കുട്ടികളെ ട്യൂഷന് പറഞ്ഞയക്കരുത്. നോ ട്യൂഷൻ ഈവനിങ്ങിൽ. കാരണം സന്ധ്യയാണ് മനസ്സ് ദുർബലമാകുന്ന ഒരു സമയം. അതുകൊണ്ട് ആ സമയത്ത് മനസ്സിനെ ഉയർത്തിയിട്ടില്ലെങ്കിൽ പിന്നീട് ആ മനസ്സിനെ ഉയർത്തിയെടുക്കാൻ അത്ര എളുപ്പമല്ല. അതുകൊണ്ടാണ് സന്ധ്യയ്ക്ക് പണ്ടുള്ളവർ എന്ത് ചെയ്യാൻ പറഞ്ഞത്? നാമം ജപിക്കാൻ പറഞ്ഞത്. മനസ്സിലായില്ലേ? ആ സമയം നഷ്ടപ്പെടുത്തരുത്. ഇതൊക്കെ കളഞ്ഞു കുളിച്ചതുകൊണ്ടാണ് ഇന്ന് കുട്ടികൾ അങ്ങനെ മാനസിക പിരിമുറുക്കങ്ങളിലും കുടുംബജീവിതം തകർച്ചയിലും കുഞ്ഞുങ്ങളില്ലാതെയും ഒക്കെ നരകം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസം ഉണ്ടായതുകൊണ്ട് ജീവിതമുണ്ടാകുമെന്ന് തെറ്റിദ്ധരിച്ചവരാണ് ഹിന്ദുക്കൾ. വിദ്യാഭ്യാസം വേണം, പക്ഷെ വിദ്യാഭ്യാസത്തോടൊപ്പം മാനസികമായ ശക്തി നേടിയിട്ടില്ലെങ്കിൽ എത്ര വിദ്യാഭ്യാസമുണ്ടായിട്ടും പറയൂ, ഇഫ് ഹെൽത്ത് ഈസ് ലോസ്റ്റ് സംതിങ് ഈസ് ലോസ്റ്റ്. ഇഫ് വെൽത്ത് ഈസ് ലോസ്റ്റ് സംതിങ് മോർ ഈസ് ലോസ്റ്റ്. പക്ഷേ ഇഫ് മൈൻഡ് ഈസ് ലോസ്റ്റ് എവ്രിതിങ് ഈസ് ലോസ്റ്റ്. മനസ്സ് പോയാൽ പിന്നെ എന്തുണ്ട് കയ്യിൽ? അതുകൊണ്ട് അഹമേവാസമേവാഗ്രേ നാന്യത്യ സതസത്പരം. അനന്തബോധം, സ്വതന്ത്രബോധം, പൂർണ്ണബോധം, അതിൽ നിന്നാണ് എല്ലാം വന്നിരിക്കുന്നത്. എല്ലാം നിൽക്കുന്നതും അതിലാണ്. അനന്ത സാധ്യതയുള്ള പൂർണ്ണ സ്വതന്ത്ര ബോധത്തിൽ നിന്നാണ് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിത്വം ഉണർന്നു വരുന്നത്. ഞാൻ ആ അനന്ത സ്വതന്ത്ര ബോധത്തിൻ്റെ ഒരു ഉറക്കെ പറയൂ. അതാണ് ആദിശങ്കരാചാര്യസ്വാമികൾ കാലടിയിലിരുന്ന് ആ മഹാൻ നമുക്ക് തന്നിരിക്കുന്ന ഒരു ശ്ലോകമുണ്ട്. നമ്മളോട് രാവിലെ ജപിക്കാൻ പറയുന്നൊരു ശ്ലോകമുണ്ട്. എന്താണത്? ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം മനോബുദ്ധ്യഹങ്കാര ചിത്താനിനാഹം. കേട്ടിട്ടുണ്ടോ അതൊക്കെ? ഇതേതാ കൃതി? നിങ്ങൾ പെരുമ്പാവൂർ തന്നെയാണല്ലേ? കാലടിക്ക് അടുത്ത് തന്നെയാണല്ലേ? കഷ്ടം. ആ ശങ്കരാചാര്യസ്വാമികളുടെ മണ്ണിനടുത്ത് ജനിക്കാൻ സാധിച്ചിട്ട് ഇതൊന്നും തുറന്നു നോക്കിയില്ല പറഞ്ഞാൽ നഷ്ടം കേട്ടോ. ഇതിൻ്റെ പേരാണ് നിർവാണ ഷട്കം. എന്താണ്? അതിലെഴുതി വെച്ച വരികളാണ് ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. രാവിലെ കുറച്ച് സമയമൊക്കെ മെനക്കെട്ടാൽ നല്ലതാണ്. വലിയ കുഴപ്പമില്ലാതെ വണ്ടി ഓടണമെന്നുണ്ടെങ്കിൽ. മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് സമയം വെറുതെ കളയരുത്. സമയം ഇപ്പോഴേ പ്രയോജനപ്പെടുത്തിയാൽ ജീവിതം വളരെയധികം ആസ്വദിക്കാം, സന്തോഷിക്കാം, ഉള്ളത് ഓണമാക്കാം. അല്ലെങ്കിൽ ഇല്ലാത്തതിനെക്കുറിച്ചിരുന്ന് ചിന്തിക്കാം, കിട്ടാത്തതിനെക്കുറിച്ച് പരിഭവിക്കാം, പോയതിനെക്കുറിച്ചിരുന്ന് വേദനിക്കാം. ചിന്തിക്കൂ ഏത് വേണം ലൈഫിൽ. ഏതായാലും അടുത്ത വരി പറയണു, ഇതെന്തുകൊണ്ടാണ് മനുഷ്യർക്ക് കിട്ടാത്തത്? ഉള്ളിലൊക്കെ ഉണ്ട്, പക്ഷെ എന്തുകൊണ്ട് കിട്ടുന്നില്ല? അതിനാണ് അടുത്ത ഇത് പറയുന്നത്. അടുത്ത രണ്ടാമത്തെ ശ്ലോകം പറയുന്നത് എന്താണത്? ഹൃദേർത്തം യത് പ്രതീയേത ന പ്രതീയേത ചാത്മനി തദ്വിദ്യാദാത്മനോ മായം യഥാ ഭാസോ യഥാ തമ. നോക്കൂ നിങ്ങൾ, എന്തുകൊണ്ട് നമുക്ക് ഉള്ളിലുള്ള ഈ ശക്തി അനുഭവിക്കാൻ പറ്റുന്നില്ല? ഇവിടെ ഒരു ഉദാഹരണം പറയുകയാണ്. പ്രതീയേത, അതായത് പ്രതിബിംബങ്ങൾ. ഏതുപോലെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ വെളിച്ചമുണ്ട്, ഇപ്പം പകലാണ് അല്ലേ? അല്ലേ? പക്ഷെ ഈ പകലിലും ഇരുട്ടുണ്ടോ? പകലിലും ഇരുട്ടുണ്ടോ?
ഇപ്പം ഞാനിരിക്കുന്നിടത്ത് പ്രകാശം കൂടുതലാണോ, നിങ്ങളിരിക്കുന്നിടത്ത് പ്രകാശം കുറവാണോ? അത് തന്നെ നോക്കിയാൽ മതി. ഇവിടെ വെളിച്ചത്തിൻ്റെ തീവ്രത കൊണ്ട് ഇരുട്ടിൻ്റെ അംശം കുറവാണ്. നിങ്ങളിരിക്കുന്ന ഭാഗത്ത് ഈ ഷെയ്ഡൊക്കെ കാരണം പുറത്ത് വെളിച്ചമുണ്ടെങ്കിലും അകത്തിത്തിരി, ഉറക്കെ പറയൂ, ഇരുട്ടുമുണ്ട്. അപ്പം വെളിച്ചത്തിൻ്റെ തീവ്രത കുറയുമ്പോൾ അവിടെ എന്തും നിൽക്കും? ഉറക്കെ പറയൂ, ഇരുട്ടുണ്ട്. മനസ്സിലാക്കണ്ടല്ലോ. ഇതുപോലെയാണ് ആസക്തിയും അവശതയും. ഇരുട്ടാണെന്ന് നമ്മൾ അറിയുന്നില്ല, ശ്രദ്ധ വെളിച്ചമാണെന്ന് നമ്മൾ അറിയുന്നില്ല. അതുകൊണ്ട് എന്തു പറ്റി? ശ്രദ്ധ എന്ന് പറയുന്ന വെളിച്ചത്തെ നമ്മൾ വികസിപ്പിക്കാതെ പോയി ആസക്തിയും അവശതയും അതങ്ങോട്ട് ഏറ്റിക്കൊണ്ട് നടന്നു. പ്രേമിക്കുന്നവൻ എന്നും പ്രേമിക്കുന്നു വിചാരിച്ചു, അല്ലെങ്കിൽ കൂടെയുള്ളതെന്നും കൂടെയുണ്ടെന്ന് അങ്ങോട്ട് കരുതി, ആരോഗ്യമെന്നും കൂടെയുണ്ടാകുമെന്ന് കരുതി. ഇതൊന്നും കയ്യിലുണ്ടാവില്ല എന്ന് കാലം തട്ട് തരുമ്പോഴാണ് നമ്മൾ പഠിക്കുന്നത്. മനസ്സിലാവുണ്ടോ? പ്രേമിച്ചവൻ തന്നെയല്ല പ്രേമിക്കുന്നത്, വേറൊരുത്തിയാണ് പ്രേമിക്കുന്നത് അറിഞ്ഞപ്പോഴാണ് അവൻ എന്നെ തേച്ചു ഒട്ടിച്ചു എന്നൊക്കെയുള്ള ഭാഷയല്ലേ ഇപ്പം പറയുക. പണ്ടൊക്കെ അവൻ എന്നെ പറ്റിച്ചു പോയി എന്നാണ്, ഇപ്പൊക്കെ തേച്ചു ഒട്ടിച്ചു. പുതിയ പുതിയ ഭാഷകൾ പഠിക്കണം ഇപ്പോൾ കുറേ. മനസ്സിലായില്ലേ? കുറേ ഇപ്പോഴത്തെ മോഡേൺ ലാംഗ്വേജുകളുണ്ട്, ഇനി അതൊക്കെ പഠിക്കണം ഇനി. കാരണം അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷകൾ. ഏതായാലും അങ്ങനെ ജീവിതത്തിൽ പല അടികൾ കിട്ടുമ്പോഴാണ് ഞാൻ വെളിച്ചമാണെന്ന് കരുതിയതെല്ലാം ഇരുട്ടായിരുന്നു എന്നറിയുന്നത്. എന്താ നോക്കൂ നിങ്ങൾ ജീവിതം. അപ്പം അതുകൊണ്ട് വെളിച്ചത്തെ ഇരുട്ടായും ഇരുട്ടിനെ വെളിച്ചമായും തെറ്റിദ്ധരിച്ചു. അതാണ് ഹൃദയർത്ഥം യത് പ്രതീയേത ന പ്രതീയേത ചാത്മനി തത് വിദ്യാമാത്മനോ. ഇതാണ് മായയുടെ കളി. മായ വെളിച്ചത്തെ ഇരുട്ടാക്കും, അതായത് ശ്രദ്ധയെ മറയ്ക്കും. അതെന്ത് ചെയ്യും? ആസക്തിയും അവശതയുമെല്ലാം സത്യമാണ്. ഇതെപ്പോഴും കൂടെയുണ്ട്. ഇതാണ് ജീവിതം. ഇതിങ്ങനെ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച് നോക്കൂ നിങ്ങൾ ചെറുപ്പക്കാർ, എത്രയോ പിള്ളേർ പഠിത്തത്തിൽ ഉഴപ്പും വേണ്ടാത്ത കൂട്ടുകെട്ടും അങ്ങനെയൊക്കെ നടന്ന അവസാനം ഏതെങ്കിലും ഒരു ദിവസമൊക്കെ ആയിരിക്കും വണ്ടി ഇടിച്ചു മരിച്ചു എന്നോ. ഞാൻ വരുന്നത് ആതിരപ്പള്ളി, അവിടെ നിന്നാണ് വരുന്നത്. എത്ര എണ്ണം ഒരു വർഷം വെള്ളത്തിൽ ചാടി മരിക്കുക? പറഞ്ഞാൽ അനുസരിക്കില്ല. ആ വെള്ളത്തിൻ്റെ ആ ഒഴുക്കിലേക്ക് ചാടും, തലയടിക്കും, അത് ചത്തുപോകും. മനസ്സിലായില്ലേ? ഇങ്ങനെ ആവേശം കൊണ്ട് അനുസരണയില്ലാതെ അവനവൻ്റെ തോന്നിവാസം ചെയ്ത് അതാണ് ജീവിതം എന്നങ്ങോട്ട് തെറ്റിദ്ധരിച്ച് ഇങ്ങനെ പ്രേമത്തിൽ വീണ് തകരുന്നവരില്ലേ? ഉണ്ടോ ഇല്ലയോ? സാമ്പത്തികമായി പലതിലും ചെന്നുപെട്ട കയ്യിലുള്ള കാശ് പോലും കളഞ്ഞു കുളിക്കുന്നവരില്ലേ? പറയൂ നിങ്ങൾ. അപ്പോൾ ഇതൊക്കെ എന്താ ചാടാൻ തോന്നുന്നത്? ഇപ്പുറത്തുള്ളിലൊരു വിവേകം പറയുന്നില്ല, ദേ സൂക്ഷിക്കണം, ഇതിലെന്തോ ചില ചതികൾ ഉണ്ട്, അറിയില്ല. ലക്ഷ്മണൻ പറയുന്ന പോലെ ഈ മാനിനെ കണ്ടിട്ട് ലക്ഷ്മണന് വളരെ സൂക്ഷ്മ ബുദ്ധി ഉണ്ടായിരുന്നു. ലക്ഷ്മണൻ പറഞ്ഞു, മാനുകളെപ്പോഴും കൂട്ടത്തോടെ മാത്രമേ വരുള്ളൂ, ഒറ്റയ്ക്കൊരിക്കലും മാനുകൾ വരില്ല. ഏതെങ്കിലും ഒരു മാൻ ഒറ്റയ്ക്ക് വരുന്നുണ്ടെങ്കിൽ അതിൽ ചതിയുണ്ടെന്ന് മനസ്സിലാക്കണം. ഇതൊക്കെ ലക്ഷണം കൊണ്ട് പറയാൻ സാധിച്ച ആളാണ് ആര്? എന്ന് മാത്രമല്ല, നമ്മൾ വന്നിട്ട് ഇത്രയും വർഷമായി, ഒരു വർഷക്കാലമായില്ലേ, ഇതുവരെ ഒരു മാനിനെയും കാണാത്ത ഈ സ്ഥലത്ത് പെട്ടെന്നൊരു മാൻ വരുന്നുവെങ്കിൽ അത് നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. രാമനോട് പറയുന്നുണ്ട് ഇതൊക്കെ. ഈ യുക്തികളൊക്കെ ലക്ഷ്മണൻ്റെ ഉള്ളിൽ തോന്നുന്നുണ്ട്. പക്ഷേ ആ സമയം സീതാദേവിക്ക് ആ മാനിനെ കിട്ടിയേ പറ്റുള്ളൂ. ചേട്ടാ മാൻ എന്ന് പറഞ്ഞപ്പം ചേട്ടാ മാൻ്റെ പിന്നാലെയും പോയി, ചേച്ചിയും കൊണ്ട് രാവണനും പോയി. അല്ലേ? അങ്ങനെയല്ലേ? അല്ലേ? അവസാനം മാനും ഇല്ല, മേടവും ഇല്ല.
രണ്ടും പോയി അവിടെ കിടന്ന് അയ്യോ സീതേ അയ്യോ സീതേ എന്നും പറഞ്ഞ് കരയേണ്ട ഒരു ഗതികേട് വന്നു. ഇതൊക്കെ എന്തിനാ ഈ കഥ പറയുന്നത്? നമ്മുടെ ജീവിതം പറയാനാണ്, അല്ലാതെ രാമൻ്റെ ജീവിതം പറയാനല്ല. അപ്പം അതുകൊണ്ട് ഓർത്ത് വയ്ക്കുക, ശ്രദ്ധ കൈവിട്ടുപോയാൽ പിന്നെ ജീവിതം താളം തെറ്റും.